നമസ്കാരം പ്രിയമുള്ളവരെ, മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ഓരോ വീടുകളിലേക്കും സംസ്ഥാന സർക്കാരിൻ്റെ സഹായം നമ്മളുടെ പഞ്ചായത്ത് വഴി, മുനിസിപ്പാലിറ്റി വഴി, കോർപ്പറേഷൻ വഴി എത്തിച്ചേരാൻ പോവുകയാണ്. അപേക്ഷകൾ വയ്ക്കാതിരിക്കരുത്. ഒന്നിലധികം ആനുകൂല്യങ്ങൾ പ്രായം കൂടുതലുള്ളവർക്ക്, അതായത് നമ്മളുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേക സഹായങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പദ്ധതികളുടെ ധനസഹായങ്ങളും സേവനങ്ങളും ഇതെല്ലാം തന്നെയാണ് സർക്കാർ നൽകുന്നത്. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരുടെ ഗുണഭോക്തൃ പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്ന വാർഡ് സഭകൾ, ഗ്രാമസഭകളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ റേഷൻ കാർഡുണ്ട്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്ന ഒരു കാർഡ് കൂടിയുണ്ട്. ഈ 2 രേഖകളാണ് നമ്മുടെ കൈവശം പ്രധാനമായിട്ട് വേണ്ടത്. പിന്നീട് അപേക്ഷ വയ്ക്കുന്ന ഏത് പദ്ധതിയാണോ, ആരുടെ പേരിലാണോ അപേക്ഷ വയ്ക്കുന്നത്, റേഷൻ കാർഡിലുള്ള എല്ലാവരുടെയും പേരിൽ വിവിധ പദ്ധതികൾക്കുള്ള അപേക്ഷകളുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് വ്യക്തിയുടെ പേരിലാണോ അപേക്ഷ വയ്ക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളും കൃത്യമായിട്ട് കയ്യിൽ കരുതണം. യൂസർ ഫീ കൃത്യമായിട്ട്, അതായത് 50 രൂപ വീതമൊക്കെ അടയ്ക്കുന്നവർക്കായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുക. കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ പെൻഡിങ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് എല്ലാ പഞ്ചായത്തിലും, നഗരസഭകളിലും, കോർപ്പറേഷനിലും എല്ലാം ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. നിലവിൽ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായ ഉപകരണങ്ങൾ, ഊന്നുവടി അല്ലെങ്കിൽ പ്രത്യേക വീൽ ചെയറുകൾ ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ, വാട്ടർ ബെഡ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത്തരം സൗകര്യങ്ങളും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് കട്ടില്, കമ്പിളി പുതപ്പ് തുടങ്ങിയവയെല്ലാം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. പല പഞ്ചായത്തിലും നിലവിൽ പദ്ധതികളിൽ മാറ്റമുണ്ടാകും. ചില പഞ്ചായത്തിൽ കട്ടിലാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ ചില പഞ്ചായത്തിൽ കമ്പിളി പുതപ്പുകളായിരിക്കാം. മറ്റ് ചില പഞ്ചായത്തുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മറ്റ് എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ആയിരിക്കാം നൽകുന്നത്. മുൻപ് അപേക്ഷ വെച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതല്ല. നിലവിൽ അപേക്ഷ വയ്ക്കാത്തവർക്ക്, മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവർക്കൊക്കെ മുൻഗണന. അതോടൊപ്പം തന്നെ BPL AV കാർഡാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന. പിന്നെ കൃത്യമായിട്ട് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്നവർക്ക് മുൻഗണന. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. APL BPL വ്യത്യാസമില്ലാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ഓരോ വാർഡിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾ എന്ന രീതിയിലാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമുക്ക് എല്ലാ വീടുകളിലേക്കും സഹായങ്ങളുണ്ട്. ഇനി നമ്മളുടെ വീടുകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ബയോ ബിന്ന്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടി പ്രത്യേക സബ്സിഡി നൽകുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകളുടെ വിതരണം, ജൈവ വളങ്ങൾ ആവശ്യമുള്ളവർക്ക് ജൈവ വളങ്ങളുടെ വിതരണം നടക്കും. അതോടൊപ്പം തന്നെ തീറ്റപ്പുല്ല് കൃഷിക്ക് പ്രത്യേക സബ്സിഡി, മൃഗപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ പെര മെയിൻ്റനൻസിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന സ്കീമുകളുണ്ട്. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് പ്രത്യേക ധനസഹായങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പെര മെയിൻ്റനൻസിന് പ്രത്യേക സഹായം, അതോടൊപ്പം തന്നെ പഠനമുറി നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ, ഇങ്ങനെ വിവിധ സ്കീമുകളാണ് ആവിഷ്കരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുട്ടക്കോഴി വളർത്തലിന് വേണ്ടി പ്രത്യേക സഹായമുണ്ട്. അതിൻ്റെ കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേക സബ്സിഡികളും സഹായങ്ങളുമുണ്ട്. അപ്പോൾ ഒട്ടനവധി പദ്ധതികളാണ് ഈ രീതിയിലുള്ളത്. 30-ൽ പരം പദ്ധതികൾ ഓരോ പഞ്ചായത്തിലും കൃത്യമായിട്ട് ആ ഫോമിലുണ്ടാകും. കൃത്യമായിട്ട് ഫോം ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ അറ്റാച്ച് ചെയ്ത് നൽകുക. അപ്പോൾ മുൻഗണന അറിയിക്കുന്ന നമ്മൾ മുൻപ് പറഞ്ഞ മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത്. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ചവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നടക്കുക. അതിനുശേഷം അടുത്ത ഗ്രാമസഭയിൽ ഗുണഭോക്തൃ പദ്ധതിയുടെ ലിസ്റ്റിൽ ഗുണഭോക്താക്കളെ അംഗീകരിച്ച് ആനുകൂല്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് അതിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും നൽകുന്നതായിരിക്കും. കൃത്യമായിട്ട് ഇത് നമ്മുടെ അവകാശങ്ങളാണ്, ആനുകൂല്യമാണ്, അത് നേടിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.